ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനി നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുവായ മഠം, തൃപ്രയാർ. വിവാഹത്തിൽ തടസ്സമുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്തേക്ക് ഫോൺ കോൾസ് വരുന്നുണ്ട്. ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവാഹം നടക്കാതിരിക്കുക, 32 വയസ്സ് 35 വയസ്സൊക്കെ ആയിട്ട് വിവാഹം നടക്കാതിരിക്കുക, ഇനി വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മുടങ്ങി പോവുക, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് ഭക്തജനങ്ങൾ വിളിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെ പരിഹാരം കാണാന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കേസുകൾ ഇപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൽ തടസ്സം വരാന്നുള്ളത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എങ്ങനെ മാറ്റിയെടുക്കാം? അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ മടപദീപലത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പലർക്കും കാണാറ്. അവരുടെ വെച്ചാരാധനയിൽ വരുന്ന ദോഷങ്ങള്, ബുദ്ധിമുട്ടുകള്, അതുപോലെ തന്നെ സമയത്തിന് വിവാഹത്തിന് ശ്രദ്ധ വരാതിരിക്കുക. അതായത് ഇപ്പോ നമുക്കൊരു ഈ പുരുഷന്മാരാണെങ്കിൽ 28 വയസ്സ് കഴിഞ്ഞ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ 23 വയസ്സിന് ശേഷം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. ഇന്നിപ്പോ പഠനത്തിന് പ്രാധാന്യം മുൻതൂക്കം കൊടുത്തിട്ട് അതൊക്കെ വളരെ വൈകി പോയിട്ടൊക്കെ വിവാഹം അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തടസ്സം വരുന്നതുണ്ട്. അപ്പൊ അങ്ങനെ തടസ്സം വന്നാൽ ആ തടസ്സം മാറ്റിയെടുക്കാവുന്നുള്ളൂ കേട്ടാ. അതുപോലെ മടപദീപലത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ട്, വെച്ചാരാധനയിൽ തടസ്സങ്ങൾ വന്നിട്ട് വിവാഹം മുടങ്ങി പോകുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വാമിയുടെ അനുഗ്രഹത്തില്, മഹാവിഷ്ണുമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രീതി നേടിയെടുത്തിട്ട് നമുക്ക് ആ വിവാഹത്തിലെ തടസ്സങ്ങൾ മാറ്റിയിട്ട് വിവാഹത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ വിവാഹ കാര്യങ്ങൾക്ക് വരുന്ന തടസ്സം ഉണ്ടെങ്കിൽ നമ്മുടെ മഠത്തിലേക്ക് വിളിച്ചോളൂ. നമ്മുടെ നമ്പറിൽ വിളിക്കുക, വാട്സപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആ വിവാഹത്തിലെ തടസ്സങ്ങൾ മാറ്റിയിട്ട് ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാനുള്ള കാര്യങ്ങൾ സ്വാമിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരുപാട് മാതാപിതാക്കൾ ദുഃഖിതരായിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല. കൂടുതലും ആൺകുട്ടികളുടെ വിവാഹത്തിനാണ് തടസ്സം നമുക്ക് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്കത് സ്വാമിയുടെ പൂജാതി കർമ്മങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്ത് തടസ്സം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ. നമ്മുടെ നമ്പറിൽ വിളിച്ചോളൂ, അല്ലെങ്കിൽ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമസ്കാരം.